അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ചെമ്പക്കുത്ത് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ പുതുതായി നിർമ്മിച്ച അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് പി.കെ. ബഷീർ എം.എൽ.എ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ കാണുകയാണെങ്കിൽ ഒരു താലൂക്ക് ആശുപത്രി വെല്ലുന്ന രൂപത്തിലുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളുണ്ടായി. 5,81,00,000 രൂപ മലപ്പുറം ജില്ലയിൽ ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന് മാത്രമാണ് സ്റ്റേറ്റ് ഫണ്ട് വന്നത്. അത് വന്നത് എറണാകുളം നിയോജകമണ്ഡലത്തിലെ എടവണ്ണയിലെ ഈ ആശുപത്രി. അതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു. ഇനി അതിൻ്റെ ടെക്നിക്കാലിറ്റിക്ക് വേണ്ടി കൊടുത്ത ആ ടെൻഡർ പൊളിച്ച് ഈ മാസം എഗ്രിമെൻ്റ് വെച്ചാൽ 5,81,00,000 രൂപേൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും സഹകരിച്ച് ഒരുമിച്ച് പോയാൽ സാധാരണക്കാർക്ക് നല്ല ചികിത്സ ലഭ്യമാകാനുള്ള ഒരു സംവിധാനത്തിനാണ് ബ്ലോക്ക് പഞ്ചായത്തും MLA എന്ന നിലക്കും എൻ്റെ ഒരു പിന്തുണ കൊടുത്തത്. ഈ എറണാകുളം മണ്ഡലത്തിൽ ഏറ്റവും അധികം NHM ഫണ്ട് മലപ്പുറം ജില്ലയിൽ ലഭിച്ച നിയോജകമണ്ഡലം ഏതാണെന്ന് വെച്ചാൽ എറണാകുളമാണ്. കീവറമ്പിൽ 1,21,00,000 രൂപ NHM, കാവനൂരിൽ 1,21,00,000 രൂപ NHM ഫണ്ട്, ഇവിടെ 5,81,00,000 രൂപ ഫണ്ട്. ഊർങ്ങാട്ടിൽ വെറ്റിലപ്പാറ ആശുപത്രിക്ക് ഇപ്പോൾ 1,25,00,000 രൂപ. ഇതൊക്കെ നമുക്ക് ആരോഗ്യ മേഖലയിൽ പ്രതിപക്ഷത്ത് ഞാൻ MLA ആണെങ്കിലും ഒരു ഭരണകക്ഷി MLA ഒക്കെ ചെയ്യാൻ മേലെ ഈ മണ്ഡലത്തിൽ ആരോഗ്യ മേഖലയിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് 71 ലക്ഷം രൂപ ചെലവിലാണ് ആശുപത്രിയിൽ വിവിധ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റുഖിയ ഷംസു അധ്യക്ഷയായി. ചടങ്ങിൽ നിസ്വാർത്ഥ സേവനത്തിന് എടവണ്ണ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് പറമ്പൻ ബാപ്പുട്ടിയെ ആദരിച്ചു. വൈസ് പ്രസിഡന്റ് അസ്ലം മാസ്റ്റർ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ M. സുരേഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഗഫൂർ ഹാജി, സുനീറ സമദ്, ഹരിദാസ് പുൽപ്പറ്റ, ജുവനൈൽ സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് P. ഷംസുദ്ദീൻ, HMC മെമ്പർ ബാബുരാജൻ, ഹംസ കിണറ്റിങ്ങൽ, BDO ET ബിനു, അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ ജനീഫ്, ഹെൽത്ത് ഇൻസ്പെക്ടർ ജലീൽ അരഞ്ഞിക്കൽ, കോൺട്രാക്ടർ ഉമ്മർ എന്നിവർ സംസാരിച്ചു. ഈസ്റ്റ് ലൈവ്, എടവണ്ണ.